അത് എന്തെങ്കിലും അത് ഇല്ലണ്ടേ അടുത്ത ക്യാമറ കൊണ്ട് പോവാ മുണ്ടൈ അതാണ് ഞാൻ എടുത്തോണ്ട് മുട്ടയുണ്ട് ഒരു ബ്രെഡും ഉണ്ട് നമുക്കേ അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾക്ക് എല്ലാരും ഏകദേശം വന്നു തുടങ്ങി. അങ്ങനെ മുട്ടയുണ്ട്, ഒരു വലിയ അപ്പൊ ഇത് വെച്ച് ഞങ്ങൾ ഒരു വെറൈറ്റി സാധനം പിടിക്കാൻ പോകുന്നത്. വെറൈറ്റിന്റെ പേര് വെറൈറ്റി റെഡിയാവും നോക്കാതെ ചൂടാവും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനെന്തല്ലോ വെള്ളം വെച്ച് ഗ്ലാസ് വെക്കാതെ അതെന്റെ ചെറിയ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാ വരുന്നത്? അത് ഞാനതൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിന്റെ സൈഡിലേക്ക് വെക്കും. എപ്പോഴും തുടങ്ങി അതേ തുടങ്ങി. എന്താണ് സ്പെഷ്യൽ? ഇന്ന് മുട്ട ബ്രെഡ് കുറച്ച് പാട്ടിലെണ്ണം കൂടും. മുട്ട കുടിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ആക്കാണ്ടല്ലോ. 2 ഗ്ലാസ് വെള്ളം വെക്കണ്ടേ? ചൂടാവൂല. അതിലും പറ്റും. അതിലെന്താക്കും ഇങ്ങനെ കിടക്ക വെയിറ്റ് കയറും. അതാ ഇത് അതിന്റെ എഗ് പൊരിച്ച് പൊരിച്ചിട്ട് കഴിക്കാൻ പറ്റിയെങ്കിലേ ആംപ്ലേറ്റ് അടിച്ചു പോയാല് 100% ഓക്കെ. 5 പൊരിച്ച് ഇത് മീൻസ് ഇതാക്കി എന്ത് മാറ്റി വെച്ച് 2 ബ്രെഡ് ഇറക്കി വെച്ച് കഴിച്ച് ബാക്കി ബ്രെഡ് എന്താക്കൂ ആവിട്ട് തിന്നു. ബാക്കി ബ്രെഡ് മുട്ട എല്ലാം കൂടി ഒന്നില് ഒരു പാത്രത്തിലാക്കുക. എന്നിട്ട് ബ്രെഡ് മുക്കിയിട്ട് ബ്രെഡ് പൊരിക്കുക. അത് പറ്റും. ഉള്ളി അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബ്രെഡ് മുക്കി പൊരിച്ചതും വിത്ത് ആരും ഉണ്ടാക്കാത്തൊരു മാഗിയും. ആരുണ്ടാക്കുന്ന മാഗിയും ഈപ്പിയോ മറ്റേതോ അന്നേരം ഓൺലി മാഗി. അപ്പൊ ആ മാഗിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഫ്ലേവേഴ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മാഗി മസാലയും മുട്ട മസാലയും മഞ്ഞയും വെള്ളം എത്ര എടുക്കുന്ന പ്രശ്നമല്ല. ഓൾറെഡി പൊട്ടി ചോദിച്ചില്ലേ? ഞാൻ മറ്റേ പരിപാടി എടുത്തിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പോയാലോ? മറ്റേ ഷെഫിന് നേരത്തെ പുറത്ത് പോകാൻ പറ്റി. ഉള്ളി അരിയണം. മൂടി വീണേടാ. അല്ല ഫ്ലേവർ ചേർത്താൽ മതി. അത് ചേർക്കണ്ടേ? 100 നാരങ്ങ
5 പൊടിച്ചിട്ട് ഉപ്പിട ഉപ്പ് ആരോ കേട്ടോ ആ പണി കാണുന്നുണ്ട് കുറഞ്ഞാലും കൂടാൻ പാടില്ല അത് മതി. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഇന്ന് കുക്കിംഗ് ഏകദേശം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്ര നേരം ഞങ്ങള് പാനിന്റെ ഇഷ്യൂ ആയിരുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുക അറിയാത്തോണ്ടല്ല, പാന് ശരിയില്ലാത്തോണ്ടുള്ള പ്രശ്നം മാത്രമാണ്. അത് കമ്പനി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ പാന് റെഡി ആയപ്പോ സാധനം റെഡി ആയി. കുക്കിംഗ് ചേഞ്ച് ചെയ്ത് പിന്നെ ആദ്യത്തതും ഇപ്പൊ ബിഫോർ ആഫ്റ്റർ അപ്പൊ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒറിജിനൽ കുക്ക് നേരെ ഇപ്പൊ അച്ഛൻ വിളിച്ചിട്ട് ഓടിപ്പോയിട്ടുണ്ട്. പറഞ്ഞ ബ്രെഡിൽ നോക്കി പിടിക്കാനല്ലേ അത് അച്ഛൻ ചോദിച്ച സാധനം ഏതാണ്. അങ്ങനെ അവസാനം വരുന്ന ഓംലെറ്റ് ബാക്കിയുണ്ട്, മുട്ട ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഓംലെറ്റ് അടിക്കുന്നു. പിന്നെ കുറച്ച് മാഗി ഉണ്ട്, മാഗി വെച്ചിട്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ലാവിഷ് നല്ല ആവശ്യം ആടാ കുടിച്ചാ മാഗിന്റെ ആവശ്യം ഉണ്ടാവില്ലടാ. ഇത് ഇത്രയും നോക്കി പിടിക്കുമ്പോൾ റെഡി ആവൂലേ. ആ പഴമുണ്ട്, ലാസ്റ്റ് കട്ട് ചെയ്യല്ലോ. വലിയ പഴവും ചെറുപഴം ഉണ്ടെന്ന് പറഞ്ഞു. ആര് കുക്കോ അതിന്റെ ഇടയ്ക്ക് അപ്പൊ ടെസ്റ്റ് അടിച്ചതും ഓന്റെ വരി തന്നെ പോയെ. അപ്പൊ 2 ബ്രെഡ് കട്ട് ചെയ്ത് കേട്ടോ അവന്. അല്ല നമ്മക്കൊന്ന് ടെസ്റ്റ് അടിക്കണ്ടേ, അടിക്കല്ലേ. ഇനിയിപ്പോ അരുണ് വന്നിട്ട് വേണം മുളകുപൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ. കുക്കല്ലേ വേണോ? 8:45 പോരാന്ന് ഇറങ്ങിക്കുന്നത്. 10 മണിയാവാനായി. അരുണോ? നോക്കിട്ട് കാര്യമില്ല. ഒഴിക്കണോ ഇല്ലേ പറ്റിപ്പോവും. അപ്പൊ നമ്മൾ സാധനം റെഡി ആയി കൊടുക്കുന്നുണ്ട്. അടുത്ത റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു തരാം. അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞു പോയി, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഷമ്മി എന്താ കളിക്കുന്നതായിരുന്നു? ആവശ്യമില്ല, കഴിഞ്ഞു. ഇത്ര നേരമുള്ള സാധനമൊക്കെ ഓക്കെ. ഞങ്ങോട്ട് കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാല് ഈ ഇല്ലേ ഫസ്റ്റ് തൊട്ട് അത് തൊട്ട് 2 മണിക്ക് തിന്നാൻ ചെയ്തിരിക്കും. സാധനമുണ്ട്. നമ്മളെല്ലാരും പോയിട്ട് വരുന്നു. വീഡിയോ എല്ലാം കെട്ടാക്കി ഇനി ഇവിടെ നിന്നിട്ട് കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിട്ട് വിളിക്കിട്ടാ. ഉണ്ടാക്കിട്ട് എണ്ണം വെച്ചിട്ട് മിസ്സാക്കിട്ട് നിക്ക. വേറെ സാധനമുണ്ട് പോരാ. തരാം. അതാ ഉള്ളി വരുന്നാലും പ്രശ്നമില്ല. പിന്നെ ഉള്ളിക്ക് പ്രശ്നമില്ലല്ലോ. വേടാ ഉള്ളി വിഷയമുണ്ട്. കത്തിക്ക് കുറച്ചില്ല. കത്തിര കയ്യോ ഉള്ളിയോ പ്ലേറ്റോ? ഉള്ളി പ്ലേറ്റ് കഴിയില്ല. അതെ ഇന്ന് കഴിക്കുന്നതാ ചോദിച്ചേ. അല്ലടാ പൊട്ട മുക്കി ഇട്ടിച്ചല്ലേ. എടാ ബാക്കി സാധനം ചെത്തിട്ട് പോയതാ. അല്ലല്ല ചെത്തിട്ട് പോയതോ? ചെത്തിട്ട് പോയതല്ലേ അത്. ഇങ്ങനെ വെക്കണം മോനെ. വേറെ സാധനം ഇങ്ങനെ വെച്ചിട്ട് 3 പേരിൽ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെട്ടി. അല്ല അങ്ങനല്ല,
ഞാൻ രാജിവെച്ച് ആ 3 പേരിലുള്ള പ്രയോജനം കത്തിക്കും കുറച്ചാണ് കത്തി കിട്ടും മോശമില്ല കിട്ടാവുന്നുണ്ട് കണ്ണ നീ വേറെ കുളിച്ചോ ചെറുതാക്കി മുറിക്കണോ കുറച്ചുകൂടി എന്തിനാ ഓണാക്കിട്ട് മൈക്കോ മൈക്ക് അപ്പുറത്താണല്ലേ പറയാൻ പോലെ ആവശ്യമില്ല അത് ഓഫാക്കിട്ട് ഓണാക്കി അല്ല മൈക്ക് ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലും ക്ലിഞ്ച് കയറിയാലോ അല്ലേ പറയുന്ന എന്തെങ്കിലും കയറി എണ്ണ ഇതിലാക്കും എന്നിട്ട് അതിലോട്ട് പൊരിക്കും നീ ഇതൊന്നും പൊരിച്ചില്ല അല്ല ഞാൻ നിങ്ങൾ പരീക്ഷിക്കാം എടാ അതിലേക്ക് മുളകം തരാ അത് മതി മുളകം ഡിസൈൻ തിന്നില്ല കണ്ണിട്ടെങ്കിലും കാണോ അതും തിന്നില്ല നീ മോര് കിട്ടിയില്ല ഡിസൈൻ ഡിസൈൻ അത് കുറഞ്ഞ ഐറ്റം ആണോ മേടിച്ചിട്ടുള്ളത് അതിന്റെ പ്രശ്നം അസ്ലം നിങ്ങൾ കണ്ടില്ലല്ലേ ഞാൻ ക്യാമറ തിരിച്ചോ സ്വന്തം മുഖം കാണട്ടെ എന്നെ കാണണ്ട മുഖം കലമ്പായിരിക്കാം എടാ ഇതിലിട്ടോ വലിയ ആള് വെല്ലുവിളി ഏറ്റിട്ടല്ലേ ഞാൻ ഭയങ്കര കുക്കിംഗ് മൊത്തം ഉള്ളി ഇട്ടോ ഒരു ഉള്ളി ഫുള്ള് ഇല്ല എന്തില്ല ഞാൻ പൊരിക്കാനായിട്ട് ഉള്ളി അരിയാൻ പറഞ്ഞ സാമ്പാറിൽ അരിയുമ്പോഴായിട്ട് ഒരാൾ കണ്ണട വെച്ചിട്ട് ഉള്ളി അപ്പൊ മംഗളകരമം എണ്ണ അടി പിടിച്ചു ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ അത് കുപ്പി എടുക്കല്ലേ ഇത് ബാലൻസ് ഉണ്ടാവും ചിലവാക്കുന്നത് ഇങ്ങനെ വെച്ച സാധനമുണ്ട് നിങ്ങളെന്തോ മധുരം ചേർക്കുന്ന കാര്യം പറയുന്നത് അതിരാ ബ്രെഡ് മധുരാന്ന് പറഞ്ഞത് അതാ ബ്രെഡ് ഉള്ളി ബോർഡുണ്ട് അവസാനം ബാക്കി ഒന്നും നമ്മൾ ഓംലെറ്റ് അടിക്കാം ഇല്ല കുറച്ച് സമയത്താ അവർ ഫസ്റ്റ് ഡിപ്പ് ചീറ്റല്ലേ കത്തി എനിക്ക് പൊന്നിക്കേ ഇല്ല ഉപ്പാക്കി അല്ല വേറെ എത്ര ചൂട് കാണാ ചൂടാക്കട്ടെ അന്നേരം തന്നെ എടുത്തിട്ട് മാറ്റിട്ടാ മതി ഫ്ലേവർ എങ്ങനെ അത് 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 മൂട്ട ഫ്ലേവർ സാമ്പാർ ഉള്ളി കത്തി കരിയുന്നുണ്ട് എടാ മാറിക്ക് മാറിക്കാം കത്തിയെടുത്തു അപ്പൊ മനുഷ്യൻ കുറച്ചേക്ക് കത്തി കരിഞ്ഞേക്ക് അടുത്തല്ല അല്ല അടുത്തല്ല ഇതിന്റെ അവസ്ഥ പ്ലേറ്റ് പ്ലേറ്റോ മറ്റു പ്ലേറ്റോ ഒന്ന് നോക്കുക ഒന്ന് നോക്കാതെ ഇതിന്റെ അവസ്ഥ നോക്ക് എടാ ഒരു ചെറിയൊരു കഷം തുണി എടുത്തില്ല തുണി ഇത് ഇങ്ങനെ പറ്റുന്നതേ പാറ്റുണ്ടേ ഒരു കത്തി കരിയുന്ന ഒന്ന് ഇത് എടുക്കണം എടാ ഉപ്പ് ഓക്കെ 100 അത് മതി ഓക്കെ ഒരു തുണി എടുക്കാം
ഒരു കഷ്ണം പുണ്യെടുത്തിട്ട് ഇതുപോലെ നൈസ്